സീൻ കേട്ടോ. NS ഡെലിവറിക്ക് വരുന്നവരുണ്ട്. ഓർഡർ ചെയ്തേക്കുന്നവരാണെന്നുണ്ടോ? രാഹുൽ ഗാന്ധി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സമയം ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം വ്യാപാരി വ്യവസായയുടെ സമരം ഒക്കെ ഉണ്ട്. ഇന്ന് കടകളെല്ലാം അവധിയാണ്. കുറച്ച് കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ കേട്ടോ സ്വിഗ്ഗിയിൽ. അപ്പോൾ നമ്മളിപ്പം നേരെ നമ്മുടെ താവളത്തിലോട്ട് പോകണം. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ആദ്യത്തെ ഓർഡർ അടിച്ചേക്കുന്നത് 20 രൂപയുടെ ചെറിയ ഓർഡറാണ്. അപ്പോൾ ഇന്നെല്ലാം ഓർഡറിന് 7 മണിക്ക് ശേഷമുള്ള ഓർഡറിനെല്ലാം നമുക്ക് സർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ സർജ് എന്ന് വെച്ചാൽ 10 രൂപ എക്സ്ട്രാ ഉണ്ട്. ഓ സീൻ കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ കൊണ്ട് ലോറി വീട്ടിലോട്ട് ഇടിച്ച് കയറി. 7 മണിക്ക് മുന്നേ വന്നത് ഓർഡറാണ്, അതുകൊണ്ടാണ് 20 രൂപ. അല്ലെങ്കിൽ എല്ലാ ഓർഡറിനും 30 രൂപ വെച്ചാണ് കേട്ടോ, അപ് ടു 9 മണി വരെ. അപ്പോൾ എന്തായാലും ഞാൻ റെസ്റ്റോറൻറ്റ് എത്താറായി. നമുക്ക് എന്തായാലും നേരെ റെസ്റ്റോറൻറ്റിലോട്ട് ഫുഡ് കളക്ട് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഇന്ന് ഓർഡർ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ കുറച്ചും കൂടെ ഫുഡ് ഓർഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓൺലൈനിൽ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ കൊറോണ കാലം ഓർമ്മ വന്നു. ആ സമയത്തൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതായിരുന്നു. നമുക്ക് ഡെലിവറി ബോയ്സൊക്കെ പുറത്തിറങ്ങാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഫുഡ് വാങ്ങിക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു കൊറോണ കാലത്ത്, ലോക്ക്ഡൗൺ സമയത്തൊക്കെ. അപ്പോൾ ഞാൻ എന്താണ്ട് റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ആണ്ട് NS ഡെലിവറിക്ക് വരുന്നവരുണ്ട്. 125 അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉണ്ട്. എങ്ങോട്ട് പോകാനാണോ? ഇൻഡിക്കേറ്റർ ഇല്ല. ആദ്യം ഞാൻ ഇവിടെ വന്നായിരുന്നു കേട്ടോ. താങ്ക് യു. അടിപൊളി. ഇതാണ്ട് അങ്ങനെ ആദ്യത്തെ ഓർഡർ ഡെലിവറി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ടൗണിൽ തന്നെ നിൽക്കുന്നത്. ഉടനെ നമുക്ക് അടുത്തൊരു ഓണം വന്നിട്ടുണ്ട്. പിസ്സ ഹോട്ട് കേക്ക്സിലാണല്ലോ, കൺഫേം ചെയ്യാം. 10 രൂപ സർജും ഉണ്ട് എക്സ്ട്രാ. നമുക്ക് അല്ലേ വേണ്ട, ഓർഡർ പിക്ക് ചെയ്തിട്ട് പെട്രോൾ അടിക്കാൻ പോവാം. ഹോട്ട് കേക്ക്സ് ഇവിടെ അടുത്ത് തന്നെ. ഇനിയും പെട്രോൾ അടിച്ചിട്ട് പോയില്ലെങ്കിൽ പണിയിട്ട് 12 കിലോമീറ്റർ പോകാനുണ്ട്. ഓർഡർ എടുത്തോണ്ട് എന്തായാലും നമുക്ക് പോകാം. സെൽഫി, എല്ലാ ഓട്ടോ ഓരോ സെൽഫിയാണ്. ചിക്കൻ നൂഡിൽസ്. ഞാൻ എന്താണ് എൻ്റെ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പോകണം. ഇവിടുന്ന് ഇനി ഒരു 17 മിനിറ്റ് ഉണ്ട് കേട്ടോ. 10-9 കിലോമീറ്റർ. പക്ഷേ അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ ഉള്ളത് നിങ്ങൾ ഞാൻ അധികം പെട്രോൾ അടിക്കാൻ പോകുന്ന കാണാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പം ഫുൾ ടാങ്ക് ആട്ടോ നമ്മളെപ്പോഴും അടിക്കുന്നത്. ഇപ്പോൾ ഡിസംബർ തൊട്ട് നമ്മൾ ഫുൾ ടാങ്ക് മാക്സിമം എപ്പോഴും അടിക്കുന്നത്. ഇതുവരെ എല്ലാം ഫുൾ ടാങ്ക് അടിച്ചില്ല. അതുകൊണ്ട് നമുക്ക് അധികം എപ്പോഴും പെട്രോൾ പമ്പിൽ വരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അധികം അങ്ങനെ കാണാത്തത്. A few moments later. അപ്പോൾ റൈറ്റിലോട്ട് കാണിക്കുന്ന 70 മീറ്റർ. ഗേറ്റ് അടച്ചിട്ടേക്കാണല്ലോ. KSEB സബ് സ്റ്റേഷനാണ്. എന്തെങ്കിലും കസ്റ്റമർ തന്നെ വിളിച്ച് നോക്കാം. രജീഷ അല്ലേ?
താങ്ക് യു. എന്താ എൻ്റെ പിസ്സാട്ടി എത്തി കൊട്ടായിട്ടുള്ള. Yeah. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ഓട്ടോ കേട്ടോ. അപ്പോൾ ഇതൊരു ലോങ് ഓർഡർ. അപ്പോൾ ഒരു 3 ലോങ് ഓർഡർ കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ നമുക്ക് ഒരു ദിവസം. അത്യാവശ്യം നല്ല ഏണിങ്സ് കിട്ടും. 95. A few minutes later. ഫൈനലി സമയം 8:52 കേട്ടോ. ഞാൻ എന്താ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് അകത്തോട്ടാണ് കാണിക്കുന്നത്. ഇതാണ് കേട്ടോ റൈറ്റ് ഫാം. കിടില അടിപൊളി കേട്ടോ, സൂപ്പർ. അയ്യോ പട്ടിക്കുഞ്ഞു, ഇത് കൊള്ളാലോ, റിസോർട്ട് പോലെ ഫാം. വിളിച്ചു നോക്കാം. താങ്ക് യു. നമ്മുടെ ഏണിങ്സ് അടിപൊളി കേട്ടോ. സീൻ 105. ഒരു കിടിലൊരു വീഡിയോ കേട്ടോ. അതിൻ്റെ ഗേറ്റൊക്കെ നോക്കി തടിയൊക്കെ വെച്ച്. എന്താണ് 9:10 കേട്ടോ. ഞാനിപ്പോൾ എന്താ പിസ്സാട്ടി എത്തിയിട്ടുണ്ട് ഓർഡർ വയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഓർഡർ ചെയ്തേക്കുന്ന ആരാന്നുണ്ടോ? രാഹുൽ ഗാന്ധി. ഈ ഓർഡർ ആർക്കാ കൊടുക്കാനുള്ളതെന്നറിയാം? രാഹുൽ ഗാന്ധി. കേട്ടോ ഒരു രക്ഷയില്ല. നമുക്ക് 86 രൂപയാണ് നമ്മുടെ ഓർഡർ ഏണിങ്സ് ഇട്ടേക്കുന്നത്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സമയം ഇപ്പം എന്താണ്ട് കറക്റ്റ് 10:50 കേട്ടോ. Few moments later. അമ്മ ആറ്റുവാശ്ശേരി വെച്ച് അടിച്ചു വന്ന് ചുട്ട കോഴി വാങ്ങിച്ചോട്ടെ. ഇഷ്ടപ്പെട്ട വാങ്ങിക്കാലോ. ആ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ ആണോ? ആ ഇപ്പൊ കാണിച്ചു തന്നപ്പോ ഇവിടെ കാണിച്ചേ. പറഞ്ഞതന്നെ അല്ലേ അങ്ങ് വരാറ്. താങ്ക് യു. അല്ല ഞാൻ കൊട്ടാക്കിൽ പോവാ. ആ ഇതാ എളുപ്പം. ശരി ചേട്ടാ. ഞാൻ ഓർഡർ ഡെലിവറി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടോട്ടൽ ഏണിങ്സ് ഉണ്ടോ 347. ഞാൻ പറഞ്ഞില്ലേ 2-3 ലോങ് ഓർഡർ കിട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് 5 ഓർഡർ ആയിട്ടുള്ളൂ. ഏകദേശം 3.5 മണിക്കൂറായിട്ടുള്ളൂ. ഇനി ഒരു 78 കൊണ്ട് 150 കിട്ടും കേട്ടോ. അതാകുമ്പോൾ ഏകദേശം നമുക്കൊരു 600 രൂപ ഏണിങ്സ്. നല്ല കസ്റ്റമറാണ്. നമ്മൾ ഇവിടെ അടുത്ത് വന്ന് നമുക്ക് സത്യത്തിൽ മാപ്പ് ഈ റോഡല്ല അപ്പുറത്തെ റോഡാന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ എന്തായാലും ഇവിടെ വന്ന് കളക്ട് ചെയ്തിട്ട് കേട്ടോ ഫുഡ്. A few minutes later. 10:50 കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് മിക്കവാറും നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുമായിരിക്കും. നമ്മളിപ്പോൾ ഏകദേശം കസ്റ്റമർ ലൊക്കേഷൻ എത്താം കേട്ടോ. 300 മീറ്റർ. ഇതും കൂടെ ആകുമ്പോൾ ഏകദേശം 550 രൂപ ഏണിങ്സ് ആവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെന്തായാലും നേരെ വീട്ടിലോട്ട് നമ്മൾ കഴിക്കാനുള്ള ഫുഡ് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ ദിവസം വിശേഷം. എന്തായാലും നമുക്ക് നേരെ കസ്റ്റമർ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേഗം തന്നെ. ഇപ്പോൾ പെട്രോൾ തീർന്നാണോ അല്ലേ? ഞാൻ വിചാരിച്ച ആ ബൈക്കിൻ്റെ പെട്രോൾ തീർന്നേ ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ അവങ്ങൾക്ക് ഇനി അങ്ങ് താഴെ പോകണം കേട്ടോ. ഇവിടെ അങ്ങ് പെട്രോൾ പമ്പ് ഒന്നുമില്ല. ഈ പമ്പൊക്കെ ഇപ്പോൾ അടച്ചേക്കോ. വേറെന്താ പ്ലാൻ?